ഇപ്പോൾ എന്തായി? എല്ലാവർക്കും കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യമായി. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദനും നമ്മുടെ ശിവൻകുട്ടി സഖാവും A റഹീമും എല്ലാം കൂടെ ചേർന്ന് ആ പാവപ്പെട്ട 16 വയസ്സുകാരിയായിട്ടുള്ള ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതിനുശേഷമാണ് ഈ മുസ്ലിം യുവാവ് തട്ടിപ്പുകാരനാണെന്നും ഈ ഹിന്ദു പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ആയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് മധ്യപ്രദേശ് പോലീസ് വലിയ വിഷയമാക്കി പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. ആ കല്യാണത്തിന് കൂട്ടുനിന്നതാകട്ടെ നമ്മുടെ ശിവൻകുട്ടി സഖാവും നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്ററും പിന്നെ നമ്മുടെ തലയ്ക്ക് വെളിവില്ലാത്ത A റഹീമുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് പറയുകയാണ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറി എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ പ്രചരിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു ഹിന്ദു യുവതിയെ പിടിച്ചുകൊണ്ടുവന്ന്, പ്രായപൂർത്തിയാകാത്ത ഹിന്ദു യുവതിയെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു മുസ്ലിം യുവാവിൻ്റെ തലയിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കെട്ടിവെച്ചു കൊടുത്തു. ഇങ്ങനെയായിരിക്കും ഉത്തരേന്ത്യയിൽ ഈ കഥ പ്രചരിക്കുന്നത്. കേരളത്തിൽ എന്തോരം നാണക്കേടാണ് ഈ കഥ കൊണ്ടുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടായ നാണക്കേടിനേക്കാൾ 10 മടങ്ങ് നാണക്കേടാണ് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്. നാളെ ഈ വിഷയം തന്നെ ഒരാൾ ഉത്തരേന്ത്യയിൽ നിന്ന് സിനിമയാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചെറുക്കാനും പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഈ 16 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് എല്ലാവർക്കും അറിയാം, കാരണം ഇതൊരു പോക്സോ കേസ് ആയതുകൊണ്ടാണ് ആ പേര് പറയാത്തത്. ഈ 16 വയസ്സുകാരിയായിട്ടുള്ള ഈ പെൺകുട്ടി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ആണ് നൽകിയതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ച് ഒരാളെ കൊണ്ട് കെട്ടിക്കുക, അതും അമ്പലത്തിൽ വെച്ച് ആഘോഷപൂർവ്വം കല്യാണം നടത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്തത്. ഇവരുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾക്ക് അങ്ങോട്ട് തിരിച്ച് ചോദിക്കാം. പക്ഷേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ പിടിച്ച് വർഗീയവാദികളാക്കി കളയും, ഇത് മതേതര കേരളമാണെന്ന് പറഞ്ഞു കളയും. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നില്ല. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ബാക്കി മധ്യപ്രദേശ് പോലീസ് നോക്കിക്കോളൂ. ന്യൂസ് ഡെസ്ക് മലയാളം.